Welcome back to Statistical Mechanics. Today we'll be discussing a few more examples from canonical ensemble part. We'll do a couple of problems and then we'll move on to the grand canonical ensemble. Okay? In between, we'll discuss the important point of fluctuations. Okay, fluctuations, okay, or energy fluctuations, so to speak. So the first problem we are going to do is that of a harmonic oscillator. This is a classical harmonic oscillator with frequency omega. It's a set of n distinguishable harmonic oscillators. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുക ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടാണ് എടുക്കുക. അതിന് കാരണങ്ങളുണ്ട്. അതൊരു പക്ഷേ അതിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഇത് പഠിക്കുമ്പോൾ നമ്മൾ കാണുമായിരിക്കും. പക്ഷെ തൽക്കാലം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വേണ്ട ഇത് ഡിസ്റ്റിംഗ്വിഷബിൾ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? യു ഡോണ്ട് നീഡ് ദ മീനിങ് ഇസ് ദാറ്റ് യു ഡോണ്ട് നീഡ് ദ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ദിസ് ഈസ് നോട്ട് നീഡഡ് വെൻ ഇറ്റ്സ് ഡിസ്റ്റിംഗ്വിഷബിൾ. So we know the Hamiltonian. Hamiltonian for a single harmonic oscillator, we are talking about one dimension, okay? P square by 2m plus half m omega square q square. Okay, this is the famous Hamiltonian for the harmonic oscillator. All right, so for n particles, you sum from nu equal to 1 to n. Now, we calculate the partition function using this formula. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം canonical distribution അല്ലെ canonical distribution എന്ന് പറയുന്നത് e raised to minus beta e എന്നുള്ളതാണ്. അതൊരു പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റ് n എന്നുള്ള ഒരു മൈക്രോ സ്റ്റേറ്റ് അല്ലെങ്കിൽ n എന്നുള്ള ഒരു മൈക്രോ സ്റ്റേറ്റ് എന്ത് വേണമെങ്കിലും ഇറ്റ് കുഡ് ബി an energy, it could be a quantum mechanical wave function, it could be a point in phase space. ഓക്കെ, ഇതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എനർജി. ഇതാണ് canonical ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഫേസ് സ്പേസ് ക്ലാസിക്കൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എടുക്കാം. ഫേസ് സ്പേസിൽ ഓരോ പോയിന്റും ഓരോ പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം ഓവർ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ഇത് ചെയ്യുന്നത് ഓരോ പോയിന്റിലും, അതായത് നമ്മൾ ശരിക്കും ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത് ഓരോ പോസിബിൾ സ്റ്റേറ്റ്സ് ആണ്. ക്യൂ കൊമ പി എന്ന് പറയുന്ന ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ് അല്ലെ. ക്യൂ ന്യൂ കൊമ പി ന്യൂ എന്ന് പറയുന്ന ഇവിടെ എല്ലാ പാർട്ടിക്കിളിന്റെയും ക്യൂവും പി നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫേസ് സ്പേസിലെ പോയിന്റ് ആണ്, ഒരു പോയിന്റ് ആണ്. ഫേസ് സ്പേസിലെ പോയിന്റ് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, ഈ ഫംഗ്ഷൻ എനർജി എന്താണ് ഈ ഫംഗ്ഷൻ പറഞ്ഞു തരും. റൈറ്റ്, അതുകൊണ്ടാണ് നമുക്ക് e raised to minus beta h of q, p എന്നിവിടെ വരുന്നത്. റൈറ്റ്, ഇനി സം ഓവർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫേസ് സ്പേസിലെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ സം ഓവർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ യു ഇന്റഗ്രേറ്റ് ഓവർ ഫേസ് സ്പേസ്. And then you include this factor. Include this factor. അതായത് ഫേസ് സ്പേസിൽ ഒരു സിസ്റ്റം ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം ആണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫേസ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം ആണ് നമ്മൾ ഈ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ഈ ടേം സൂചിപ്പിക്കുന്നത്. റൈറ്റ്, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ദിസ് ഇസ് സോ ബൈ ഇൻക്ലൂഡിംഗ് ദിസ് ടേം, ദിസ് phase space integration. Okay, this is an integration over all phase space. So if you include this term, this becomes sum over states. Sum over states. കാരണം ഇവിടുത്തെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് സ്പേസിലെ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയി പലതവണ കണ്ടതാണ്. ഓക്കെ, സോ ദീസ് എക്സാമ്പിൾസ് ആർ ഗുഡ് ബിക്കോസ് അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സോ വി ഹാവ് ഗോട്ട് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ ജോലി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സം ഓവർ ഇൻഡിവിജ്വൽ ഹാമിൽട്ടോണിയൻസ്. റൈറ്റ്, യു ഹാവ് ഗോട്ട് എ സം ഓവർ ഇൻഡിവിജ്വൽ ഹാമിൽട്ടോണിയൻസ്. റൈറ്റ്, ദിസ് ഇസ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ സം ഓവർ ന്യൂ. ഓക്കെ, ലെറ്റ്സ് സിംപ്ലി കോൾ ഇറ്റ് എ സം ഓവർ ന്യൂ എച്ച് ന്യൂ, വേർ എച്ച് ന്യൂ ഇസ് ദിസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഈ സം ഓവർ ന്യൂ എന്നുള്ളത് നമ്മൾ എക്സ്പൊണൻഷ്യലിന്റെ ഉള്ളിൽ വരുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രോഡക്റ്റ് ഓഫ് എക്സ്പൊണൻഷ്യൽസ്. റൈറ്റ്, ബിക്കോസ് e raised to a plus b can be written as e raised to a, e raised to b. In the same way, this sum inside the summation inside the exponential can be written as a product of exponential. All right, so the idea is this: e raised to sum over n, let's say pn. Okay, this can be written as product over n e raised to pn. Right, whatever this is. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ കഴിയും. We are doing in classical mechanics, so this can be done. അപ്പോൾ നമ്മൾ ഇതിനെ പ്രോഡക്റ്റ് ഓഫ് ഇന്റഗ്രൽസ് ആയിട്ട് എഴുതുകയാണ്. എന്ന് മാത്രമല്ല ഈ ഇന്റഗ്രേഷൻ, ഓക്കെ, ഇന്റഗ്രേഷൻ ഓവർ p and integration of q can be separated. Right, so first you carry out the integration over q and then you take the integration over p. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. സെപ്പറേറ്റ് ചെയ്യാം, ഇത് ഇന്റഗ്രൽസ് ഫാക്ടർ ചെയ്യും എന്നുള്ളത്.
സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. കാരണം വി ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ് ഫോർമുല already. I hope e raised to minus infinity to infinity e raised to minus ax squared dx എന്ന് വരികയാണെങ്കിൽ I had told you to remember this formula. It's square root of pi divided by a. ഈ രണ്ട് ഇന്റഗ്രലും എക്സാക്ട്ലി ഇതേ ഫോർമുല ആണുള്ളത്. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് ബീറ്റ എം ഒമേഗ സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ്. ഇവിടെ എയുടെ സ്ഥാനത്തുള്ളത് ബീറ്റ ബൈ 2m എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന ഇന്റഗ്രേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് pi divided by, okay, you have got beta m omega square divided by 2. Okay, the 2 can be written like that. Okay, similarly the integrate നമുക്ക് കിട്ടുന്ന square root of pi divided by, okay, ഇവിടെ a യുടെ സ്ഥാനത്തുള്ള beta by 2m ആണ്, beta by 2m, so that you can put up here. Alright, so it's exactly what we have here. It's 2 pi by beta m omega square whole raised to 1 by 2 and then 2m pi by beta whole raised to 1 by 2. Okay, ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ഓവർ ഓൾ ഇതെടുക്കണം. ഈ പ്രോഡക്റ്റിലെ എല്ലാ ടേംസും സെയിം ആണ്. സോ ടേക്കിംഗ് പ്രോഡക്റ്റ് മീൻസ് യു ജസ്റ്റ് റേസ് ഇറ്റ് ടു ദ പവർ ഓഫ് n. So now you can simplify this and you get a simple expression for your partition function, which is kt by h cross omega whole raised to n. Okay, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ h by 2 pi, നമുക്ക് h by 2 pi എന്നുള്ളത് h cross ആണെന്നുള്ള രീതിയിലും കൂടെ എഴുതിയിട്ടാണ് ഈ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ ചില ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടി എടുത്ത് h by 2 pi എന്നുള്ള h cross എന്നും കൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് ഫൈനലി പാർട്ടീഷൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി തെർമോഡൈനാമിക്സ് കണ്ടുപിടിക്കാൻ അറിയാം. പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് പാർട്ടീഷൻ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയാണ്, വിച്ച് ഇസ് മൈനസ് കെ ടി ലോഗ് ഓഫ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ ദാറ്റ് ഈസ് മൈനസ് കെ ടി ലോഗ് ഓഫ് ദിസ് തിങ്. ഓക്കെ, അപ്പോൾ ലോഗ്, ഇതിന്റെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് n ലോഗ് ഓഫ് ദിസ് എന്ന് അല്ലേ, കാരണം ലോഗ് ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറയുന്നത് n ലോഗ് എക്സ് എന്നാണ്. ഓക്കെ, ദാറ്റ്സ് വൈ വി ഹാവ് ഗോട്ട് n kt log kt by h cross omega. Okay, now we have the Helmholtz free energy. Finding the pressure is quite simple. It's minus dou f by dou v, and there are no volume terms in here. ഇതിന്റെ ഉള്ളിൽ വോളിയം ടേംസ് ഒന്നുമില്ല. So dou f by dou v is 0. All right, that's the pressure. And in order to find the entropy, you just do minus dou f by dou t. Okay, minus dou f by dou t. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും ടി ഉണ്ട് ഇവിടെയും ടി ഉണ്ട്, നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. ഉദാഹരണത്തിന് നമുക്ക് ഡോ എഫ് ബൈ ഡോ ടി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് റൈറ്റ് മൈനസ് എൻ കെ, ആദ്യ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ടേമിനെ അങ്ങനെ തന്നെ നിലനിർത്തി കെ ടി ബൈ എച്ച് കോസ് ഒമേഗ. റൈറ്റ്, ഇത് ഡോ എഫ് ബൈ ഡോ ടി, ജസ്റ്റ് ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, അതുപോലെ അടുത്ത ടേം മൈനസ് എൻ കെ ടി, ഇതിനെ ലോഗിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ബൈ അല്ലെ, ലോഗ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. സോ കെ ടി ബൈ എച്ച് ക്രോസ് ഒമേഗ. ഓക്കെ, ഇനി ഈ ലോഗ് ഫംഗ്ഷൻ നമ്മൾ ചെയ്ത് ഈ ഫംഗ്ഷനും കൂടെ ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ ബൈ എച്ച് ക്രോസ് ഒമേഗ എന്നുള്ളതാണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ഗോട്ട് മൈനസ് എൻ കെ ലോഗ് കെ ടി ബൈ എച്ച് ക്രോസ് ഒമേഗ മൈനസ് എൻ കെ ടി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ കെ ക്യാൻസൽ ആയി പോകും. ദിസ് എച്ച് ക്രോസ് ഒമേഗ ക്യാൻസൽസ് വിത്ത് ദിസ് എച്ച് ക്രോസ് ഒമേഗ. ബാക്കി എന്താ നമുക്കുള്ളത്, മൈനസ് എൻ കെ ടി, ഈ ടി ആയിട്ട് ക്യാൻസൽ ചെയ്യും അല്ലേ. സോ ഇറ്റ്സ് മൈനസ് എൻ കെ, ദാറ്റ്സ് ഓൾ. റൈറ്റ്, മൈനസ് എൻ കെ. ഓക്കെ, ഇനി നമുക്ക് എൻട്രോപ്പി എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ ടി ആണ്. സോ ഈ നമ്മളിവിടെ കണ്ടുപിടിച്ച് ഡോ എഫ് ബൈ ഡോ ടി ആണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ദിസ് ബിക്കംസ് എൻ കെ ലോഗ് കെ ടി ബൈ എച്ച് കോസ് ഒമേഗ മൈനസ് എൻ കെ. റൈറ്റ്, അപ്പോൾ ആ എൻ കെ നമ്മൾ പുറത്തെടുത്തിട്ടാണ് ഈ എൻ കെ, സോറി ഇവിടെ പ്ലസ് ആവും, നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ പ്ലസ് ആവും. ഈ എൻ കെ പുറത്തെടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 1 പ്ലസ് ലോഗ് കെ ടി ബൈ എച്ച് കോസ് ഒമേഗ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും. Okay, in that way we got the entropy as a function of the temperature. Right, chemical potential, you do the same thing, it's dou f by dou n. Okay, all these are found as partial derivatives of the Helmholtz free energy,
and you get this thing. Right? Now the internal energy you can write as F plus Ts. F already contributed. T is just T. S in the substitute. Alright? So simple answer is NKT. This term is the term cancel. Okay, F plus Ts term this term T multiple in the term cancel NKT internal energy KT is equal to U by NK. Okay, KT is equal to U by NK. U is internal energy. This is interested in the entropy as a function of U, V, and N. Okay, thermodynamic potential interested in S as a function of U, V, and N. So, okay, S. Already U is equal to KT is equal to U by N. Okay, so temperature can be written in terms of the internal energy here. S T, let's say S equal to U minus F divided by T. Okay, U minus F divided by T. So U minus F already under. So U minus F divided by T and the finally get so KT by H cos omega. It's just one simple step. KT by H cos omega KT and the line U by N. Alright, so you have got entropy as a function of the internal energy, the volume, and the total number of harmonic oscillator. Okay, alright. In microcanonical ensemble, the calculate you'll see that the result is exactly that of the microcanonical ensemble. Right. In paramagnetism, another problem. The system of n non-interacting spins, each of which has classical magnetic moment of magnitude mu and magnetic intensity h. Okay, h is the magnetic field or magnetic intensity. The magnetization per spin per mu at an equilibrium temperature T. Yeah, that's the paramagnetism already the steps. Okay, so classical magnetic moment. Magnetization. Magnetization. Okay, magnetization is quantified magnetic field in the direction. Magnetic field in the direction. Magnetic moment in the component. Okay, magnetic moment mu and magnetic moment in the component magnetic field in the direction. That's magnetization. Okay, so magnetic field in the direction oriented idea. Alright, magnetic moment single dipole it's mu dot the component of mu in the direction of h. Okay, h vector divided by modulus of h vector. Okay, mu dot h vector. This just means it's a unit vector along the direction of the magnetic field. Usually z direction. Okay, mu cos theta. Okay, but magnetization average magnetization quantity mu cos theta average. Mu cos theta average. Okay, classical case. That's clear. Alright. Okay. Okay, but mu cos theta average. Average phase space density quantity probability distribution. Canonical ensemble probability distribution is given by e raised to minus beta e is proportional to e raised to minus beta e, and there's a factor, what is a normalization factor, which is given by integrating this over all the possible states. Okay, that's the normalization factor. Ini probability idana probability. Okay, so the probability density. Probability the probability density. Probability you can find the average of any function of phase space. Okay, for q comma p average and that's you just multiply this by the probability, integrate. That's it. Okay, usually discrete case average of f summation over r, let's say PR FR.
Okay, അത് തന്നെയാണ് അതിന്റെ കണ്ടിന്യൂം വേർഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. യു ടേക്ക് എഫ്, യു മൾട്ടിപ്ലൈ ടു ദ പ്രോബബിലിറ്റി ആൻഡ് യു ആഡ് all of them up, അല്ലെങ്കിൽ integrate all of that. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇവിടുത്തെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് തീറ്റ. ഓക്കെ, ഇവിടുത്തെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് തീറ്റ, ഫൈ എന്ന് പറയുന്ന എല്ലാം ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഇവിടെ മാഗ്നറ്റൈസേഷൻ, ആ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് മ്യൂ കോസ് തീറ്റയുടെ ആവറേജ് ആണ്. റൈറ്റ്, ഇപ്പോൾ ഇവിടെ മ്യൂ കോസ് തീറ്റ ഉണ്ട്, ഇ റേസ് ടു മ്യൂ എച്ച് കോസ് തീറ്റ ബൈ കെ ടി. ഓക്കെ, കാരണം നമുക്കറിയാം ഇതിന്റെ എനർജി, മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് മൈനസ് മ്യൂ വെക്ടർ ഡോട്ട് എച്ച് വെക്ടർ ആണ്, മൈനസ് മ്യൂ ഡോട്ട് എച്ച് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എന്നുള്ളതിൽ മൈനസ് സൈൻ പോയിട്ട് ഇവിടെ ഇ റേസ് ടു മ്യൂ എച്ച് കോസ് തീറ്റ ബൈ കെ ടി എന്നുള്ളത്. ആൻഡ് ദെൻ ദിസ് ഇസ് എ സ്മോൾ സോളിഡ് ആംഗിൾ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ നമ്മൾ പാരാമാഗ്നറ്റിക്സിന്റെ കേസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആൻഡ് ദിസ് ഇസ് യുവർ നോർമലൈസേഷൻ ഫാക്ടർ. ഓൾറൈറ്റ്, ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ പാരാമാഗ്നറ്റിക്സിന്റെ കേസിൽ കണ്ട അതേ ഇന്റഗ്രേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് മ്യൂ എച്ച് കോസ് തീറ്റ ബൈ കെ ടി ഇസ് ഈക്വൽ ടു എക്സ് എന്നിടുക, സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റ്സ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് എന്നിടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് മ്യൂ എച്ച് ബൈ കെ ടി സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്നെഴുതാം. റൈറ്റ്, അപ്പൊ ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളതിനെ, സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളതിനെ, സോ യു ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ബൈ മ്യൂ എച്ച് മൾട്ടിപ്ലൈഡ് ബൈ ഡി എക്സ്. ഓക്കെ, അതിലൂടെ മ്യൂ കോസ് തീറ്റ, ഈ മ്യൂ കോസ് തീറ്റ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ കോസ് തീറ്റ എന്നുള്ളതിനെ മ്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ എച്ച് മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. ഇവിടെ ഒരു കെ ടി ബൈ എച്ച് ഉണ്ട്, ഇവിടെ ഒരു കെ ടി ബൈ മ്യൂ എച്ച് ഉണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ബാക്കി വരുന്ന ഇന്റഗ്രൽ ഒരു സിമ്പിൾ ഫോമിലാണ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന ഫോമിലാണ് വരുന്നത്. ഓക്കെ, എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിന്റെ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിന് എന്താ സംഭവിക്കും? ലിമിറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാൻ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് മ്യൂ എച്ച് ബൈ കെ ടി ആണ്. അതുപോലെ തീറ്റ ഈക്വൽ ടു പൈ ആകുമ്പോൾ, എക്സ് ഈക്വൽ ടു മൈനസ് മ്യൂ എച്ച് ബൈ കെ ടി എന്നുള്ളത്. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി ലിമിറ്റ്സ്. അപ്പൊ അതിന്റെ ലിമിറ്റ്സ് അതനുസരിച്ച് മാറും. ദെൻ ദിസ് ഇന്റഗ്രേഷൻ ഇസ് ക്വൈറ്റ് ഈസി. നമുക്കറിയാം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ മതി. അപ്പോൾ ഫൈനലി ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു എ സിമ്പിൾ റിസൾട്ട്, മ്യൂ കോട്ട് എച്ച് മ്യൂ എച്ച് ബൈ കെ ടി മൈനസ് കെ ടി ബൈ മ്യൂ എച്ച്. ഓക്കെ, ഈ കോട്ട് എച്ച് വരുന്ന കാരണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫാക്ടർ കൊണ്ട് മോൾഡ് വരുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, താഴെ സൈൻ എച്ച് എന്നുള്ള ടേമിലായിരിക്കും വരിക, സൈൻ എച്ച് എന്നുള്ള ടേമിലായിരിക്കും വരിക, മോൾഡ് കോസ് എച്ച് എന്നുള്ള ടേമിലായിരിക്കും വരിക. സോ ഫൈനലി വിൽ ഗെറ്റ് കോട്ട് എച്ച്. ഓക്കെ, യു ട്രൈ ദിസ് ഇന്റഗ്രേഷൻ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് the magnetization per mu. Okay, magnetization per spin per mu. All right, magnetization per spin per mu. Right, അപ്പോൾ ഇത് magnetization, this is already the magnetization per spin. Okay, so per mu എന്ന് പറയുമ്പോൾ just divide it by mu. All right, okay, so that will give you cot h mu h by kt minus kt by mu h, and that result is already there. Okay, ഇവിടെ നമ്മൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ ആവറേജ് ഓഫ് ദ മാഗ്നറ്റിക് മൊമെന്റ് along the direction of the magnetic field. Okay, നമ്മൾ പലപ്പോഴും മ്യൂ എച്ച് എന്ന് എഴുതും. മ്യൂ എച്ച് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ z ഡയറക്ഷനിലാണ് ഇതെങ്കിൽ മ്യൂ കോസ് തീറ്റ, അല്ലെങ്കിൽ ജനറലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മ്യൂ വെക്ടർ ഡോട്ട് മോഡുലസ് ഓഫ് എച്ച് വെക്ടർ മ്യൂ വെക്ടർ ഡോട്ട് എച്ച് വെക്ടർ ഡിവൈഡ് ബൈ modulus of h vector. Okay, this is the unit vector along the direction of the magnetic field. Okay, ഇതിന്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ട്രിവിയൽ ആണ്, പറഞ്ഞില്ല. ഇന്റഗ്രൽ 0 to 2 pi d phi എന്നുള്ള ട്രിവിയൽ ആണ്. ഇറ്റ് ജസ്റ്റ് ഗീവ്സ് യു 2 pi. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. The Hamiltonian of two particles each of mass m. ഓക്കെ, ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. ഇതൊരു ടിപ്പിക്കൽ എക്സസൈസ് പ്രോബ്ലം ആണ്. The Hamiltonian of two particles each of mass m ഇവിടെ തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. Okay, it's a slightly complicated Hamiltonian because you have this q1 q2 here, ഒരു മിക്സ്ഡ് ടേം വരികയാണ്. Okay, we don't really like it.
നമ്മൾ ഇത്രയും സമയം ചെയ്തത് മിക്കതും ഇങ്ങനെയുള്ള മിക്സ്ഡ് ടേംസ് ഇല്ലാത്തതുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽസ് ഫാക്ടർ ചെയ്തെടുക്കും. ഉദാഹരണത്തിന് ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ ചെയ്തതുപോലെ നമുക്ക് ഇന്റഗ്രൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മിക്സ്ഡ് ടേം ഉണ്ട്. സോ വി ഹാവ് ടു ബി എ ലിറ്റിൽ ബിറ്റ് മോർ കെയർഫുൾ ഹിയർ. k greater than 0 is a constant. അപ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷന്റെ വാല്യൂ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യു ഗോട്ട് ഓൾ ഓഫ് ദ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ Q1 Q2 P1 P2 ഇത് കണ്ടിട്ടുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് എ 2-dimensional it's a two-particle system, one-dimensional system with two particles. All right, it's a one-dimensional system with two particles. Two particles are confined to one dimension. Okay, but phase space is 2-dimensional. So you will have, so phase space is 4-dimensional. So that's why you have got integral dq1, dp1, dq2, dp2. All these integrals. The important thing is this thing, e raised to minus beta h of q1, p1, q2, p2. അപ്പോൾ ഈ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഓൾറൈറ്റ്, സോ z ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. z ഓഫ് ബീറ്റ ശരിക്കും ഇവിടെ പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു 1/h raised to n. ഓക്കെ, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വേറൊരു ടേം കൂടെ വരും, റേസ് ടു ദ അപ്രോപ്രിയേറ്റ് പവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതിയാൽ മതി. പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് ടേം റൈറ്റ് നൗ. ലെറ്റ്സ് ലുക്ക് ഇൻടു ദിസ് ഇന്റഗ്രേഷൻ. dq1, dq2, dp1, dp2, this is the thing. Alright, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം മൊമെന്റം ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഫാക്ടർ ചെയ്യണം. കാരണം ഇതിൽ മൊമെന്റം ടേംസ് ഒന്നുമില്ല. മൊമെന്റം ഇന്റഗ്രേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടർ ചെയ്ത് എഴുതാം. ബാക്കി കോർഡിനേറ്റ്, മൊമെന്റം സ്പേസിന്റെ ഇന്റഗ്രേഷൻ, കോർഡിനേറ്റ് സ്പേസിന്റെ ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഈ ഇന്റഗ്രേഷൻ നമ്മൾ നേരത്തെ കണ്ട ഇന്റഗ്രേഷൻ തന്നെയാണ്. ഇത് e raised to ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus ax square dx എന്നുള്ള ടേംസ് തന്നെയാണ്. പലതവണ പറഞ്ഞ പോലെ ദിസ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ബൈ എ. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ബൈ ബീറ്റ 2m, സോറി ബീറ്റ ബൈ 2m. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ബീറ്റ ബൈ 2m ആണ്, ഇവിടുത്തെ എ എന്ന് പറയുന്നത് ബീറ്റ ബൈ 2m ആണ്. സോ യു ഹാവ് ഗോട്ട് ദിസ് തിങ് ട്വൈസ്. ഓക്കെ, ഇനി ഈ ഇന്റഗ്രേഷൻ ചെയ്യാൻ എന്ത് ചെയ്യും? നമുക്ക് Q1 Q2 ഒരുമിച്ചുള്ള അത്ര ഇഷ്ടമില്ല. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. അപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളൊരു വേറെ രണ്ട് കോർഡിനേറ്റ്സ് Q1 Q2 പകരം Q1 Q2 എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് വേറെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ Q1 Q2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ കോർഡിനേറ്റ് ഒരു വേറെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ, വേറെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ സച്ച് ട്രാൻസ്ഫോർമേഷൻസ് which will separate this. അല്ലെ, അപ്പൊ അതിന്റെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഇതാണ്. You can take Q1 is equal to some u minus v and Q2 equal to u plus v. എന്തുകൊണ്ടാണ്? അപ്പൊ Q1 Q2 is equal to u square minus v square എന്നാണ്. Okay, that's separated. Alright, there is no multiplication of u and v, that's separated. Okay, അതുകൊണ്ട് ഈ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുക്കുന്നത് ഓൾറെഡി ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഗസ് ചെയ്യാൻ കഴിയും, because that will separate your ഫാക്ടേഴ്സ് ഹിയർ. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിയാണ്, സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇന്റഗ്രൽസിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സെറ്റിലിറ്റി ഉള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ നിന്ന് വേറൊരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ dq1 dq2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗോ ടു, യൂഷ്വലി നമ്മൾ എഴുതി ഇന്റഗ്രൽ du dv എന്നാണ്. ഓക്കെ, ഇത് വെറുതെ ഇങ്ങനെ എഴുതിയാൽ പോരാ, ദർ ഷുഡ് ബി വാട്ട് യു കോൾ ആസ് ദ ജാക്കോബിയൻ. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് ദ ജാക്കോബിയൻ. റൈറ്റ്, അതായത് ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൽ നിന്ന് വേറെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലേക്ക് മാറുമ്പോൾ ഈ ഇന്റഗ്രേഷന്റെ മെഷർ ഇത് ചേഞ്ച് ചെയ്യുന്നത്, ഇറ്റ് ഗോസ് ലൈക്ക് ഇറ്റ് ചേഞ്ചസ് വിത്ത് ദ ഫാക്ടർ ഓഫ് ദ ജാക്കോബിയൻ. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ക്ലാസ്സിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. Q1 equal to u plus v, Q2 is equal to u minus v. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q1 സ്ക്വയർ എന്ന് പറയുന്നത് u സ്ക്വയർ പ്ലസ് v സ്ക്വയർ പ്ലസ് 2uv, Q2 സ്ക്വയർ എന്ന് പറയുന്നത് u സ്ക്വയർ പ്ലസ് v സ്ക്വയർ മൈനസ് 2uv. Alright, so this mixed term will cancel. That's nice, that's good. Alright, and then you have got u square minus v square divided by 4. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ you'll see that it boils down to 9u square plus 7v square divided by 4. Just as we expected, this u and v have been separated. Alright.
Okay, അപ്പോൾ നമുക്ക് e raised to minus beta k ഈ ഇന്റഗ്രേഷൻ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് i എന്ന് എഴുതാം. e raised to minus beta k q1 square plus q2 square plus q1 q2 by 4 dq1 dq2 becomes there's a Jacobian, as we said. ഇവിടെ ഒരു Jacobian വേണം, du dv, and then the integrand becomes e raised to minus beta k by 4 9u square plus 7v square. ഇനി ജാക്കോബിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. ജാക്കോബിയൻ എന്ന് പറയുന്നതാണ് Jacobian, it's a factor, it's the determinant of this transformation matrix. Okay, transformation matrix it's dou q1 by dou u. Okay, first row q1 dou q1 by dou v, dou q2 by dou u, and dou q2 by dou v. Okay, that's our transformation matrix. Right? These are the terms. ആദ്യത്തെ റോയിൽ വരുന്നത് dou q1 by dou u, പിന്നെ dou q1 by dou v. അതുപോലെ രണ്ടാമത്തെ റോയിൽ വരുന്നത് these are the partial derivatives of q2 with respect to u and v. Okay, ആദ്യത്തെ റോയിൽ വരുന്നത് partial derivative of q1 with respect to u and v. രണ്ടാമത്തെ റോയിൽ വരുന്നത് partial derivative of q2 with respect to u and v. Right? So dou q1 by dou u is 1 ആണ്. Dou q1 by dou u is 1. Dou q2 by dou u is also 1. So we have got 1, 1. And dou q1 by dou v is also 1. That's why we have got a 1 here. Sorry. Dou q1 by dou u is 1. Fine. That's why we have 1 here. Dou q1 by dou v is also 1. That's the one that appears here. Next, you do dou q2 by dou u is 1. That's the one that appears here. And dou q2 by dou v is minus 1. Right? So if you do this determinant, it just gives you a factor of 2. And now we are ready to do this integration. This Jacobian has come here, and then it's e raised to minus beta k by 4 9u square plus 7v square du dv. And now you know how to do this integration, because നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള integration ആണ്. This nicely factors. We just have two integrals. Okay, you can do two separate integrals, both of them according to a formula. Again, minus infinity to infinity e raised to minus a x squared dx is equal to square root of pi by a. You see how useful this formula is. And again, this gives square root of pi by 9 beta k by 4 for this thing. Right? This only integral e raised to minus beta k by 4 9u square du dv. നമ്മുടെ എയുടെ സ്ഥാനത്ത് നമുക്ക് വരുന്നത് 9 ബീറ്റ കെ ബൈ 4 ആണ്. ഓക്കെ, അതാണ് 9 ബീറ്റ കെ ബൈ 4 വരുന്നത്. അതുപോലെ അടുത്ത ടേമിൽ നമുക്ക് എയുടെ സ്ഥാനത്ത് വരുന്നത് 7 ബീറ്റ കെ ബൈ 4 ആണ്. ഇനി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തു അവസാനത്തെ ഈ ഫാക്ടർ കൊണ്ട് കൂടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് ഇതാണ്. Okay, that's just a multiplication. I hope that's clear. All right. So I think it's better to call this set of betas proportional to this thing. Okay, it's proportional to this thing. All right. Okay.